വയനാട് ചുരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ തീവ്രശ്രമം തുടരുകയാണ്. പാറയും മണ്ണും നീക്കം ചെയ്യാനുള്ള പ്രവൃത്തി സജീവമായി തുടരുന്നു. സുജിത്ത് അയ്യപ്പത്ത് വയനാട് ചെയ്യുന്നു. സുജിത്ത്, ഏകദേശം എത്ര സമയം കൊണ്ട് ഈ ഒരു പൂർവ്വസ്ഥിതിയിലേക്ക് ഗതാഗതം എത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? സുഹൈൽ, വളരെ ത്വരിത വേഗത്തിലുള്ള ഒരു ജോലിയാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ 7:30 തുടങ്ങിയതാണ്, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇവിടെ ഹിറ്റാച്ചികളും മണ്ണുമാന്ത്രി യന്ത്രങ്ങളും എല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കത് ദൃശ്യത്തിൽ തന്നെ കാണാൻ കഴിയും എത്രമാത്രം ശ്രമകരമായ ദൗത്യമാണ് എന്ന്. ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിനകം ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കനത്ത രീതിയിലുള്ള മഴപ്പെയ്ത്ത് ഇടയ്ക്കിടെ ഉണ്ടായിരുന്നു ഈ ചുരത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഈ നീക്കം, അതായത് ഈ മണ്ണ് നീക്കം ഉൾപ്പെടെയുള്ളവയെ അത് സാരമായി ബാധിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും പ്രവൃത്തികൾ സുഗമമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പല ഘട്ടങ്ങളിലും പ്രതിസന്ധി ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഏറ്റവും ഒടുവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി ഇളകി നിൽക്കുന്ന മണ്ണ് പൂർണ്ണമായും അത് നീക്കം ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി വെള്ളം അടക്കം അടിച്ച് പമ്പ് ചെയ്തുകൊണ്ട്, ഫോഴ്സ് പമ്പ് ഉപയോഗിച്ചുകൊണ്ട് അത് ഇളകിയ പാറകൾ നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടന്നത്. അതിനുശേഷം അതിന് തൊട്ടു പിന്നാലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇതിന് മുകളിലേക്ക് കയറി പാറകൾ ഇടിച്ചിടാൻ, അതായത് തടഞ്ഞു നിൽക്കുന്ന പാറകൾ ഉണ്ടെങ്കിൽ അത് താഴേക്ക് ഇടിച്ചിടാനുള്ള ശ്രമവും നടത്തിയിരുന്നു. അല്പസമയം മുമ്പ് DDMA യോഗം ചേർന്നു. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലാണ് DDMA യോഗം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഹസാഡിന്റെ വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇവിടേക്ക് എത്തും, ഒരു പരിശോധന നടത്തും. അതിനുശേഷമാകും ഒരുപക്ഷെ ചുരം തുറക്കുക എന്നുള്ള തരത്തിൽ തീരുമാനത്തിലേക്ക് എത്തുക. പരമാവധി വേഗത്തിൽ തന്നെ തുറക്കാനുള്ള നടപടി വേണം എന്നുള്ളതാണ്. കാരണം ഈ കുറ്റ്യാടി എന്തായാലും 1.5 മണിക്കൂറിനകം പ്രശ്നം പരിഹരിക്കാനാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഈ മണ്ണ് നീക്കാനുള്ള ശ്രമങ്ങൾ. സുജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.